ഇപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, എനിക്ക് ഇതേപോലെ അധികം ആരെയും വിഷമിപ്പിക്കാത്ത കൂട്ടത്തിലും അങ്ങനെ നോ പറയാത്ത കൂട്ടത്തിലും വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരാളായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഫ്രണ്ട്ഷിപ്പിലൊക്കെ ചീറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ഈസി ആയിരിക്കും. എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് ഇപ്പം ഈ ബൗണ്ടറീസ് അല്ലെങ്കിൽ നോ പറയുക, അവനവന് വേണ്ടി സംസാരിക്കുക എന്നൊക്കെ പറയുമ്പോഴേ അത് ആൾക്കാരത് റൂഡായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് വെച്ചിരിക്കണ പോലെ എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് എൻ്റെ കൂടെയുള്ള ഒരാൾ സന്തോഷിക്കുമ്പോൾ എനിക്ക് സന്തോഷം കിട്ടും. അല്ലാതെ എനിക്ക് സന്തോഷം കിട്ടുമ്പോൾ മാത്രമല്ല എനിക്ക് സന്തോഷം കിട്ടുക. ഇപ്പം ഞാൻ എൻ്റെ മോന് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ എൻ്റെ ചുറ്റുമുള്ള എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോഴോ എനിക്ക് സന്തോഷം കിട്ടും. ആൻഡ് ഐ ഫീൽ ദാറ്റ് ഈസ് ഓൾസോ ഓക്കെ. ഇറ്റ് ഈസ് നോട്ട് അത്. പക്ഷേ എനിക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ഞാൻ അവർക്ക് ചെയ്തിട്ട് അവരെ സന്തോഷിപ്പിക്കേണ്ട എന്നുള്ളതാണ് പോയിന്റ്. അല്ലാണ്ട് ഇറ്റ് ഡസൻറ്റ് ഹാവ് ടു ബി ഓൾവേസ് മീ. എന്നെപ്പറ്റി മാത്രമാവണം എല്ലാം എന്ന് ഞാൻ വിചാരിക്കണില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാവരുമായിട്ടും സൗഹൃദം കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ എൻ്റെ ഒരു ക്ലോസ് സർക്കിളിലേക്ക് വരുന്ന ഫ്രണ്ട്സ് കുറവുമാണ്. അത് പക്ഷെ ഓർഗാനിക്കലി സംഭവിക്കുന്നതാട്ടോ. ഇപ്പം എനിക്ക് ഒരാളെ കാണുമ്പോൾ ചിരിക്കാനും സംസാരിക്കാനും ഒക്കെ ഇഷ്ടമാണ് ആ ഒരു മൊമെൻറ്റ്. പക്ഷേ പിന്നീട് അതൊരു സൗഹൃദമാവുന്നത് ഓർഗാനിക്കലി സംഭവിക്കുന്ന, അതായത് അവരും കൂടെ ഒരു എഫേർട്ട് ഇട്ട് നമ്മളും ഒരു എഫേർട്ട് ഇട്ട് അങ്ങനെയൊക്കെ സംഭവിക്കുന്ന. പിന്നെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മളെ ചുറ്റും നിന്ന് നമ്മൾ നല്ലത് മാത്രം പറയുന്നവരല്ല നമ്മളെ സുഹൃത്ത്. അല്ല, നമ്മൾ ചെയ്യുന്നൊരു കാര്യത്തിലൊരു പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ ആ പ്രശ്നവും കൂടി പറയുന്ന ആൾക്കാരും നമ്മുടെ സുഹൃത്തുക്കളാണ്. അപ്പോൾ ഞാൻ ഇത് നീ ചെയ്യുന്നത് ശരിയല്ല കേട്ടോ എന്ന് പറയുന്നത് ഇത് ശരിയാണ്. അത് ആ ആൾക്കാരും നല്ല ആൾക്കാർ തന്നെയാണ്. പിന്നെ ചില ആൾക്കാർ സെലക്റ്റീവായിട്ട് നമ്മളോട് പറയുമ്പോൾ നീ എൻ്റെ ഭയങ്കര നല്ല സുഹൃത്താണെന്ന് പറയും. പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അവർ ചിലപ്പോൾ അവരുടെ ലൈഫിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ചിലപ്പോൾ നമ്മളെടുത്ത് അവർ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ നമുക്കതിലൊരു സേ ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് കാണുമ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാവും. അയ്യോ ഇതിങ്ങനെയാണെന്ന് തോന്നുന്നല്ലോ. അപ്പം നമുക്ക് ചിലപ്പോൾ അതിലൊരു അഭിപ്രായം ഉണ്ടാവും. നമ്മളെടുത്ത് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലേ നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. ഇത് ശരിയാണോ, ഇതിൽ പ്രശ്നമുണ്ടോ, നീ ഒന്നും കൂടെ റീതിങ്ക് ചെയ്യുമോ, നീ ഒരുപാട് തവണ ഇങ്ങനത്തെ കുഴിയിൽ വീണിട്ടുള്ള ആളാണ്, സോ തിങ്ക് 10 times നമുക്ക് പറയണമെങ്കിൽ നമ്മളെടുത്ത് ഇത് പറഞ്ഞിട്ടുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഇങ്ങനെയാണ് കേട്ടോ, ഇതെങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവണം നമ്മളെടുത്ത്. അപ്പോൾ അങ്ങനെ അല്ലാത്ത സാഹചര്യങ്ങളിൽ കൂടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ബിക്കോസ് ഞാൻ എപ്പോഴും എൻ്റെ ഒപ്പീനിയൻ പറയും എന്നല്ലാതെ എനിക്ക് ഡിസഗ്രി ചെയ്തുകൊണ്ടും കോഎക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ വലിയ എക്സാമ്പിൾ ഞാനും ഹസ്ബൻഡുമാണ്. ഞങ്ങളുടെ ലൈക്സും ഡിസ്ലൈക്സും നോക്കുവാണെങ്കിൽ ഡിസ്ലൈക്സ് ആണോ കൂടുതൽ? ഞങ്ങൾക്ക് ഒരേ അഭിപ്രായമുള്ള കാര്യങ്ങൾ വളരെ കുറവാണ്. ചിലപ്പോൾ സിനിമയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ചിലപ്പോൾ രണ്ടുപേർക്കും ഇഷ്ടപ്പെടുന്ന സിനിമ അങ്ങനെ ഉണ്ടാവാറുണ്ട്. പിന്നെ രണ്ടുപേരും അത്യാവശ്യം സോഷ്യലായിട്ടുള്ള ആൾക്കാർ, അങ്ങനെ വളരെ കുറവ് ആയിട്ടുള്ള കാര്യങ്ങൾ, കോമൺ ഇത് വളരെ കുറവാണ്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഡിസഗ്രി ചെയ്താലും നമുക്ക് കോഎക്സിസ്റ്റ് ചെയ്യാൻ പറ്റണം. അത് ഫ്രണ്ട്സിനും പറ്റണം. ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് ദേ ലൈക്ക് your friends will agree to everything what you say. ചിലപ്പോൾ കണക്ട് ചെയ്ത ഒരൊറ്റ പോയിന്റിലായിരിക്കും നമുക്ക് കണക്ഷൻ ഉണ്ടാവുക. ബാക്കി കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ വ്യത്യാസമായിരിക്കും. അപ്പോൾ അഭിപ്രായങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, അതിലൊരു ഡിസഗ്രിമെൻ്റ് ഉണ്ടായാലും കോഎക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. കട്ട് ചെയ്ത് പോകുന്നത് എനിക്ക് ഭയങ്കര വിയേർഡാണ്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ ഒരാൾ കട്ട് ചെയ്ത് പോയാൽ ഞാൻ പിന്നാലെ പോകാറുമില്ല. ഒരു തവണ ചീറ്റ് ചെയ്തിട്ട് പോയൊരു ഫ്രണ്ട് പിന്നീട് വന്നിട്ട് സോറി, ഇനി ഞാനത് എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അയാളായിട്ട് ഒരു പഴയ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ? പഴയ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ്. അത് ഇപ്പം നാച്ചുറലി തന്നെ ഇപ്പം കട്ട് ഓഫ് ചെയ്താലും ഞാൻ ഫോർഗീവ് ഒക്കെ ചെയ്യും. എനിക്ക് അങ്ങനെ ദേഷ്യം അങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാം. പക്ഷെ നമുക്കിപ്പോൾ അതൊരു പാറ്റേൺ ആണെന്ന് തോന്നാന്ന് വെക്കൂ. അതായത് ദിസ് ഇസ് വാട്ട് ഹി ഓർ ഷീ വാസ് ഡൂയിങ് ത്രൂ ഔട്ട് എന്ന് തോന്നുകയാണെങ്കിൽ ചിലപ്പം ഞാൻ പിന്നെ അത് എവിടെ വെക്കണം ആ ഫ്രണ്ട്ഷിപ്പ് എന്ന് ചിലപ്പം ഞാൻ ആലോചിക്കും. പക്ഷെ ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ഭയങ്കര ബോൾഡായിട്ട് എല്ലാവരും ഇങ്ങനെ വെക്കേണ്ട സ്ഥലത്ത് അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാൻ പട്ടിയെപ്പോലെ ഇരുന്ന് മോങ്ങുകയും കരയുകയും അയ്യോ അവരെന്തിനാ എന്നോട് അത് ചെയ്തത്, ഞാൻ അത്രയും അതൊക്കെ പറയുന്ന ആൾ തന്നെയാണ്. പക്ഷെ കുറേ തവണയൊക്കെ ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ
ഓക്കെ ഇങ്ങനെയാണ് ഞാൻ എന്ന് മനസ്സിലാക്കിയത് പറയുന്നതാണ്. എല്ലാവരും ഇങ്ങനെ ഭയങ്കര തെളിവായിട്ടുള്ള മനുഷ്യനാണല്ലോ, ഇവർക്ക് തെറ്റൊന്നും സംഭവിക്കുക അതൊന്നല്ല. ഇഷ്ടംപോലെ തവണ തെറ്റ് പറ്റുകയും വീഴുകയും കിടന്ന് കരയുകയും അവിടുന്ന് എണീറ്റ് വരെയും പകുതി പൊങ്ങുമ്പോഴേക്ക് വീണ്ടും അടിച്ചിടുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഈ ഫ്രണ്ട്ഷിപ്പിലെ ചീറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കൊന്ന് കൂടുതൽ പേർക്കും പെട്ടെന്ന് റിലേറ്റബിൾ ആവുന്നത്, നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ടിനെ നമ്മുടെ വേറൊരു ഫ്രണ്ടിന് പരിചയപ്പെടുത്തും. ഈ 2 ഫ്രണ്ട്സ് തമ്മിൽ ഒരു പരിചയവും കാണില്ല. പിന്നീട് ഇവര് ഭയങ്കര ഫ്രണ്ട്സായിട്ട് നമ്മളെ പല കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത്തരം സിറ്റുവേഷൻ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ ഗോ ത്രൂ ചെയ്തിട്ടില്ല. ബട്ട് ഐ ക്യാൻ ടോട്ടലി റിലേറ്റ് ടു ഇറ്റ്. ഞാൻ പറഞ്ഞ വെൻഡ് ഔട്ട് സെഷൻസ് ചെയ്യാറുണ്ട്. അപ്പൊ പൊതുവെ ഒരു ടീനേജ് അല്ലെങ്കിൽ ഒരു ഏർലി 20s ആൾക്കാർ വരുമ്പോൾ ഇങ്ങനത്തെ സ്റ്റോറീസ് അവരുടെ അടുത്ത് നിന്ന് എപ്പോഴും വരാറുണ്ട്. അത് എനിക്ക് പേഴ്സണലി തോന്നുന്നത് എന്താണെന്നറിയോ, നമ്മൾ ഏത് റിലേഷൻഷിപ്പും ഒന്നാമത് ഏത് റിലേഷൻഷിപ്പിലും നമ്മൾ എഫേർട്ട് ഇടണം, ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ലെറ്റ് ഗോ ചെയ്യണം. പിന്നെ ഭയങ്കര ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്യാണ്ട് ഒന്ന് വിട്ടു നോക്കിയാലും ചിലപ്പോൾ ഡോറ് വരെ പോയിട്ട് തിരിച്ചു വരും, ചിലപ്പോൾ റോഡ് വരെ പോയിട്ട് തിരിച്ചു വരും, ചിലപ്പോൾ പാലാരിവട്ടം വരെ പോയിട്ട് തിരിച്ചു വരും, ചിലപ്പോൾ വരില്ല. ബട്ട് ഞാൻ പറഞ്ഞ ലെറ്റ് ഇറ്റ് ബി. എനിവേ നമുക്ക് ആരെയും എന്താ പറയാ നമ്മുടേതാക്കി ഓൺ ചെയ്ത് വെക്കാനൊന്നും പറ്റില്ലല്ലോ. നമ്മളെ ആവശ്യമുള്ള ഒരാളാണെങ്കിൽ വന്നിരിക്കും, നമ്മളുടെ റിലേഷൻ വാല്യൂ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തിരിച്ച്. അതെ. അപ്പോൾ ആ ടോപ്പിക്സ് ഒക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ പ്രൊഫൈൽ ചെക്ക് ചെയ്ത സമയത്തും അല്ലാതെ എനിക്ക് വന്നിരുന്നു, ഫീഡിൽ വന്നിരുന്നു, ഫാഷൻ സോൺ മാഗസിന് വേണ്ടിയിട്ട് ചെയ്ത ഫോട്ടോ. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഭയങ്കര ഭംഗിയുള്ളൊരു ഫോട്ടോ, ഇന്റർനാഷണൽ അല്ലേ, ഇന്റർനാഷണൽ മാഗസിൻസ് അല്ല, അവര് പലരും ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബട്ട് സ്റ്റിൽ അതിലും കമന്റ്സ് വരുന്നുണ്ട്. ഹണി റോസിനെ എന്താ അന്നൊരു കമന്റ് പറയുന്നുണ്ട്, ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനെ പറയാനായിട്ട് എന്താണ് യോഗ്യത? അപ്പം ശരിക്കും വാട്ട് ഈസ് ദ എക്സ്പ്ലനേഷൻ? ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? അതിൽ ആദ്യം പറയുന്നത് ഹണി റോസ് എന്താ പറയാ എന്നെ കുറിച്ച് ഞാൻ പറയുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ ആക്ച്വലി, അതായത് ബോഡി എക്സ്പോസ് ചെയ്യുന്നതൊന്നും എൻ്റെ പ്രശ്നമല്ല. എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ സെൽഫ് ഒബ്ജക്റ്റിഫിക്കേഷൻ എന്ന് പറയും. അങ്ങനെ ഒരു പോയിന്റും കൂടി ഇല്ലേ ഹണി റോസിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ എന്നാണ് ഞാൻ പറഞ്ഞത്. ഐ ട്രൂലി റെസ്പെക്ട് ഹർ. എനിക്ക് പുള്ളിക്കാരിയുടെ ഞാൻ പറഞ്ഞ ഇപ്പോൾ സ്ട്രഗിളിങ് ആണെന്നല്ല, പക്ഷേ എനിക്ക് ആ സ്ട്രഗിൾ മനസ്സിലാവും. സിനിമയിൽ നിൽക്കുന്ന ഏതൊരാൾക്കും കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ഉണ്ടാവുക, സസ്റ്റെയിൻ ചെയ്യുക എന്നൊക്കെ പറയുന്ന ഒരു സ്ട്രഗിളാണ്. ഐ ട്രൂലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ഷീസ് ഡൂയിങ് എന്നല്ല, ലൈക്ക് വാട്ട് ഷീ വെൻ ത്രൂ എന്ന് എനിക്ക് മനസ്സിലാവും. അപ്പോൾ എനിക്കൊരു വൈരാഗ്യമില്ല ഹണി റോസിൻ്റെ അടുത്ത്, എന്തെങ്കിലും തരത്തിൽ വൈരാഗ്യമോ ഒന്നുമില്ല. ഞാൻ പറഞ്ഞത് ഹണി റോസ് ആ പറഞ്ഞ അന്ന് ഉണ്ടായിരുന്ന ഒരു അലിഗേഷൻ ഉണ്ടല്ലോ, അത് 100% ശരിയായിരിക്കും, അത് ചെക്ക് ചെയ്യേണ്ടത് തന്നെയാണ്, അത് വാലിഡുമാണ്. അതേസമയത്ത് ഇതിന് ഇങ്ങനെ ഒരു സൈഡ് ഇല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. അതായത് ഇതിലൊരു സെൽഫ് ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നില്ലേ, അത് ഞാൻ അറിയാതെ ആയിപ്പോന്നാണ് എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ എന്നെ ആൾക്കാർ ജസ്റ്റ് വിളിക്കുന്നു, ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു, അത്രയ്ക്ക് ഇന്നസെൻ്റ് ആണ് ആ കാര്യം എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയില്ല. അപ്പം അങ്ങനെ തോന്നുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലാതെ എന്താ പറയാ, അതൊരു എന്താ പറയാ ഒരാൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എന്നല്ല, ഇതിൽ സദാചാരമൊന്നും അല്ല ഇതിൽ. ബിക്കോസ് അതിന് മുന്നേ ഞാൻ ഇപ്പം ഈ പറയുന്നതാണ് പ്രശ്നമെങ്കിൽ ഞാനൊരു സ്വിം സൂട്ട് ഇട്ടിട്ടുള്ള ഫോട്ടോഷൂട്ട് ഞാൻ അതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. ആൻഡ് ലെറ്റ് മീ ടെൽ യു ദിസ്, ഐ റെസ്പെക്ട് പീപ്പിൾ ഹൂ യൂസ് ദെയർ ബോഡി ഫോർ ദെയർ ആർട്ട്. ഒരു ആർട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, ഫോട്ടോഗ്രാഫി ആവട്ടെ, ഒരു ക്യാരക്ടർ ആവട്ടെ, ഒരു ഷോർട്ട് ഫിലിം ആവട്ടെ. I have seen beautiful nude photography and I appreciate it completely. ഞാൻ അപ്രിഷിയേറ്റ് ചെയ്യും. പിന്നെ ചില ആൾക്കാർ ബോഡി ആർട്സ് ചെയ്യും, ന്യൂഡ് ബോഡി ഡ്രോയിങ് ഒക്കെ ചെയ്തിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രിയേഷൻസ് ആണ്. ഇപ്പോൾ അപ്പോൾ എൻ്റെ ബ്യൂട്ടിയും വേറൊരാളുടെ ബ്യൂട്ടിയും ഡിഫറെൻ്റ് ആയിരിക്കും, എൻ്റെ എസ്തെറ്റിക്സും വേറൊരാളുടെ എസ്തെറ്റിക്സും ഡിഫറെൻ്റ് ആയിരിക്കും. അതൊക്കെ ഞാൻ എഗ്രി ചെയ്യണു. ആൻഡ് ഞാൻ ചെയ്തതൊരു ആർട്ടാണ്. അത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വളരെ ലിമിറ്റഡ് ലൈറ്റ് സോഴ്സ് വെച്ചിട്ട്, ബിക്കോസ് നമ്മളിതിങ്ങനെ കോർഡിനേറ്റ് ചെയ്തൊക്കെ ആയി വരുമ്പോഴേക്കും ചിലപ്പോൾ നമുക്കൊരു സ്റ്റുഡിയോ സെറ്റ് ചെയ്യാനുള്ള സമയമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. റിച്ചാർഡ് ആൻ്റണി എന്നാണ് ഫോട്ടോഗ്രാഫറുടെ പേര്. ഈസ് എ വെരി വെൽ നോൺ ഫേമസ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫറാണ്. ഐ വുഡ് സേ ദാറ്റ് ഇറ്റ്സ് ലൈക്ക് 30% me and 70% ഹിസ് ക്രാഫ്റ്റ്.
അവൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു വിഷനാണത്. വിജിത വിക്രമനാണ് അതിൻ്റെ സ്റ്റൈലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത്. അവളുടെ മനസ്സിലാണ് ഈ തോട്ട് ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാം, കുറച്ച് ഇൻ്റർനാഷണൽ സ്റ്റൈൽ പോലെ ചെയ്യാം, ടു യുനോ ഇപ്പം ഞാനൊരു ആർട്ടിസ്റ്റാണ്, എന്നെ വേറൊരു തരത്തിൽ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാനും എൻ്റെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും എനിക്ക് വേറൊരു രീതിയിൽ കാണാനും ആ ഉണ്ടായ ആർട്ട് എന്താണെന്ന് ബാക്കിയുള്ളവർക്ക് ആസ്വദിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്. അതിനൊരു പോണോഗ്രഫി പോലെയാണ്, അല്ലെങ്കിൽ ഇത് വിചാരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ എന്ത് കോൺവെർസേഷൻ ഉണ്ടാക്കാനാണ്, എന്ത് എക്സ്പ്ലനേഷൻ കൊടുക്കാനാണ്? ഞാൻ ഹണി റോസിനെ പറ്റി പറഞ്ഞ് എനിക്ക് ഇനി എൻ്റെ ആർട്ട് ചെയ്യാൻ വേണ്ടി എൻ്റെ ബോഡി യൂസ് ചെയ്യാൻ പറ്റില്ലേ? അതെങ്ങനെ ശരിയാവും? ഞാൻ അതിന് മുന്നേയും അത് ചെയ്തിട്ടുണ്ട്. മേ ബി ഞാൻ ഇനിയും ചെയ്യുമായിരിക്കും, ചിലപ്പോൾ ഇനി ചെയ്യൂലായിരിക്കും. ഞാൻ പറയുന്നത്, ഞാൻ ഒരാളുടെ ഇപ്പോൾ ഒരു ഫോട്ടോൻ്റെ എസ്തറ്റിക്സ് എനിക്ക് അങ്ങനെ ഉണ്ടാവാം, നമുക്ക് ഇഷ്ടപ്പെട്ടില്ലേ സ്ക്രോൾ ചെയ്ത് പോകുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ മറ്റേതെനിക്ക് മൊത്തത്തിൽ എനിക്ക് സൊസൈറ്റിയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന പോലെ തോന്നി. അതുകൊണ്ടാണ് ഞാനത് ഇങ്ങനൊരു കാര്യമുണ്ട്. അതായത് ഒരു വുമൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ? മനസ്സിലായോ? അത് ഉദ്ഘാടനത്തിന് അവിടെ വരുന്ന ആൾക്കാരൊക്കെ എന്തിനാണ് വരുന്നത് എന്ന് എനിക്ക് ആലോചിച്ചിട്ട് അതിനൊരു ഉത്തരം. ഓഫ് കോഴ്സ് ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ, ഷീ ഈസ് വെരി ഗ്രേസ്ഫുൾ, ഐ ഡു എഗ്രി ഓൾ ദാറ്റ്. ബട്ട് അതാണോ അതിൻ്റെ താഴേക്ക് വരുന്ന കമൻസ്? മനസ്സിലായി. അതാണോ ആൾക്കാർ ശരിക്കും അവരുടെ ഒരു ഇനോഗ്രേഷൻ കാണാൻ പോകുമ്പോൾ അവരുടെ മനസ്സിൽ ഇതായിരുന്നു എന്നുള്ളത് സ്റ്റിൽ ആളുകൾക്ക് മനസ്സിലാവുന്നില്ല അല്ലേ? അതാ ഞാൻ പറയുന്നത്. അപ്പം അതിൻ്റെ അടിയിൽ വന്നിട്ട് നിങ്ങൾ ഹണി റോസിനെ പറ്റി പറഞ്ഞിട്ട് നിങ്ങൾ പിന്നെ ഇങ്ങനെ ചെയ്യാമോ എന്നൊക്കെ ചോദിക്കുന്നവരുടെ അടുത്ത് ഞാൻ പറഞ്ഞത്, നിങ്ങളിത് രണ്ടും സെയിം ആണെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ ഐ എം നോട്ട് ഈവൻ ഗോയിങ് ടു സ്റ്റാർട്ട് എ കോൺവെർസേഷൻ. അതാണ് എനിക്ക് അങ്ങനത്തെ ആൾക്കാരോടൊക്കെ പറയാനുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞ എൻ്റെ ഫാമിലിയിലൊന്നും ആൾക്കാർക്ക് ഇത് മനസ്സിലാവാത്ത, എൻ്റെ വളരെ ക്ലോസ്, ഇപ്പം എൻ്റെ ഹസ്ബൻഡിന് ഇത് കംപ്ലീറ്റ്ലി മനസ്സിലായിട്ടില്ല എന്താ പരിപാടിയും. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് അമ്മയ്ക്ക് മനസ്സിലായിട്ടില്ല. ഷീ വാസ് ലൈക്ക് എന്താ ആയി. ഞാൻ പറയണതേ, എല്ലാവരും എല്ലാ കാര്യവും മനസ്സിലാക്കാൻ നമുക്ക് പറ്റില്ല, എല്ലാവർക്കും എല്ലാ കാര്യവും മനസ്സിലാവില്ല. നമുക്ക് ശരിയെന്ന് ഉറപ്പുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. I am like 100% sure about what I did. Yes. And ഞാൻ ആരെയും എൻ്റെ ആർട്ടിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ സമ്മതിക്കില്ല. Because that is the only thing I have. That is the only place where I feel myself. So അത് ക്വസ്റ്റ്യൻ ചെയ്യാൻ സമ്മതിക്കില്ല ഞാൻ. അത് നമ്മൾ പറയില്ലേ, നമ്മൾ സ്ത്രീകൾക്ക് പവർലെസ് ആണെന്ന് തോന്നുമ്പോൾ നിങ്ങൾ പോയിട്ട് അവരുടെ കയ്യിൽ നിന്ന് അവരെ കുട്ടീനെ ഒന്ന് എടുത്തു നോക്കൂ. അവരുടെ നഖവും അവരുടെ കണ്ണും മൂക്കും ഒക്കെ വെച്ച് അവർ നിങ്ങളെ തിരിച്ച് പ്രതിരോധിക്കുന്നത് കാണാമെന്ന്. അതേപോലെയാണ് എൻ്റെ ആർട്ട്. അത് ഞാൻ ആരെയും ക്വസ്റ്റ്യൻ ചെയ്യാൻ വിടില്ല. നിങ്ങൾക്ക് വരാം, നിങ്ങൾക്ക് അഭിപ്രായം പറയാം. ബിക്കോസ് ഇറ്റ്സ് ദെയർ ഓൺ എ പബ്ലിക് പ്ലാറ്റ്ഫോം. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ആ കമൻറ്റിൽ എനിക്കിഷ്ടപ്പെടാത്ത ലാംഗ്വേജ് ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പം റിയാക്ട് ചെയ്യല്ല. ഐ വുഡ് ജസ്റ്റ് ടെൽ ദം ലൈക്ക് പ്ലീസ് മൈൻഡ് യുവർ ലാംഗ്വേജ്. ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് മൈ ഹോം. യു കനോട്ട് നിങ്ങൾക്ക് വന്നിട്ട് ഇങ്ങനെ ചവറെറിയാൻ പറ്റില്ല. ആ ഒരു സ്പേസ്. അതേ സമയത്ത് വേറെ പേജസ് ഒക്കെ എൻ്റെ അനുവാദമൊക്കെ ഇല്ലാതെ ഇത് പോസ്റ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ അത് ചെയ്യുന്നതേ ഒന്നാമത്തെ റോങ് പരിപാടിയാണ്. പിന്നെ അതിൻ്റെ താഴെ വരുന്ന കമൻസ് ഒന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ഇറ്റ് ഈസ് നോട്ട് മൈ ബിസിനസ്. ബിക്കോസ് ആർട്ടാണ്. ആർട്ട് പല ആൾക്കാരും അപ്പം എന്താ നമ്മുടെ ഏറ്റവും ലെജൻഡറി ആക്ടറായിട്ടുള്ള ലാലേട്ടൻ ഒരു സിനിമ ചെയ്തപ്പോൾ ആൾക്കാർ അഭിപ്രായം പറഞ്ഞു. എന്തൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞു. പുള്ളിക്കാരൻ എല്ലാത്തിനും റിയാക്ട് ചെയ്യാൻ നിൽക്കില്ല. അല്ല, വേറെ പണികളുണ്ട് നമുക്ക്, നമ്മൾ ചെയ്യാൻ.